ഈ ശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പലച്ചൻ. സെപ്റ്റംബർ 21 വിശുദ്ധ മത്തായി ശ്ലീഹ. ലേവി എന്ന അപരനാമമുള്ള മത്തായി, യേശുവിൻ്റെ 12 പേരിലൊരുവൻ. യാഹ്വയുടെ ദാനം എന്നാണ് മത്തായി എന്ന വാക്കിനർത്ഥം. പുതിയ നിയമത്തിലെ 4 സുവിശേഷങ്ങളിൽ ആദ്യത്തേത് രചിച്ചത് മത്തായിയാണ്. ചില വേദശാസ്ത്രികളൊക്കെ പറയും അപ്പോസ്തലനായ മത്തായി അല്ല, മത്തായി ശ്ലീഹയല്ല, ഈ സുവിശേഷം രചിച്ച മത്തായി എന്നൊക്കെ ചിലരൊക്കെ പണ്ട് പഠിപ്പിച്ചിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറിയിട്ടുണ്ട്. അത്തരം പഠനങ്ങളൊക്കെ ഇപ്പോൾ തെളിവുകൾ കിട്ടിക്കഴിഞ്ഞപ്പോൾ അത്തരം വാദഗതികളൊന്നും തന്നെ ശരിയല്ല എന്ന് മനസ്സിലായിട്ടുണ്ട്. മത്തായി ശ്ലീഹ തന്നെയാണ് ഈ ആദ്യത്തെ സുവിശേഷം രചിച്ചതെന്ന കാര്യത്തിൽ ഇപ്പോൾ തർക്കമൊന്നുമില്ല. ഒരു പക്ഷേ എല്ലാ വാക്കുകളും പുള്ളി തന്നെ എഴുതണം എന്നില്ല. മത്തായിയുടെ സഭ, അതിൽ മത്തായി ശ്ലീഹയാണ് മുഖ്യം. അപ്പോൾ മത്തായി ശ്ലീഹയും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരൊക്കെ ചേർന്ന് തന്നെയാണ് ഈ സുവിശേഷം എഴുതിയത്. അതിലെ മേജർ കൺട്രിബ്യൂഷൻ മത്തായി ശ്ലീഹ തന്നെയാണ്. റോമാ സാമ്രാജ്യത്തിന് വേണ്ടി ഭരണം നിർവഹിച്ചിരുന്ന ഹെറോദസ് അന്തിപ്പസിൻ്റെ ഉദ്യോഗസ്ഥരിൽ ഒരാളായിരുന്നു മത്തായി, യേശുവിന് ശിഷ്യനാകുന്നതിന് മുൻപ്. യഹൂദരിൽ നിന്ന് ചുങ്കവും നികുതിയും പിരിച്ചിരുന്ന യഹൂദനായ ഉദ്യോഗസ്ഥൻ. അതുകൊണ്ട് അദ്ദേഹത്തിന് സ്വന്തക്കാർക്കോ കൂട്ടുകാർക്കോ വീട്ടുകാർക്കോ അദ്ദേഹത്തോട് നീരസമായിരുന്നു. കാരണം അധിനിവേശ ശക്തിക്ക് ദാസ്യവേല ചെയ്യുകയാണ് അയാൾ എന്ന് അവർ കരുതി. മർക്കോസും ലൂക്കാസും അദ്ദേഹത്തിൻ്റെ പേര് ലേവി എന്നായിരുന്നെന്ന് പറയുന്നുണ്ട്. അദ്ദേഹം അൽഫേസിൻ്റെ മകനായിരുന്നു എന്ന് നമ്മെ അറിയിക്കുന്നുണ്ട്. മർക്കോസ് 2:14, ലൂക്കാസ് 5:27. ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ അരാമിയ, ഗ്രീക്ക് ഭാഷകൾ അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാമായിരുന്നു. ഒരു ദിവസം അദ്ദേഹം കഫർനാഹൂമിലെ ഓഫീസിലിരിക്കുമ്പോൾ യേശു അവിടേക്ക് കയറി ചെന്ന് അയാളോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക. അയാൾക്ക് അനുസരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അത്ര എന്താ പറയുക, സ്ട്രോങ് ആയിരുന്നു ആ കർത്താവിൻ്റെ വചനം. മത്തായി 9:9, 10:3. ഈ മത്തായി ഇല്ലേ, ആദ്യം ഒരു ചെറിയ ശങ്കയ്ക്ക് ഉണ്ടായിരുന്നു, നമുക്ക് അറിഞ്ഞുകൂടാ, നമുക്ക് തോന്നും ഇല്ലേ, എന്നെ അനുഗമിക്കാമെന്ന് പറഞ്ഞപ്പോൾ ആ പണപ്പെട്ടിയൊക്കെ ഉപേക്ഷിച്ച് കർത്താവിനെ അനുഗമിക്കാമെന്ന് പറയുന്നത് അത്ര എളുപ്പമൊന്നും അല്ല. എങ്കിലും അങ്ങനെ അവൻ പോയി സന്തോഷത്തോടെ. എന്നിട്ട് വീട്ടിലൊരു വിരുന്നെല്ലാം ഒരുക്കി. ഉടനെ തന്നെ സദ്യ ഒരുക്കിയിട്ട് യേശുവിന് ശിഷ്യന്മാരെയും മാത്രമല്ല തൻ്റെ കൂട്ടുകാരെ ഒക്കെ അങ്ങ് വിളിച്ചു. യേശു ഈ മറ്റുള്ളവരൊക്കെ നീരസത്തോർ നോക്കിയിരുന്ന, പാപിയായിട്ട് മുദ്ര കുത്തിയിരുന്ന ചുങ്കക്കാരും പാപികളെന്ന് പറഞ്ഞ് ബ്രാൻഡ് ചെയ്തിരുന്ന അവരുടെ കൂട്ടത്തിലാണ് യേശു ഇരിക്കുന്നത്. ഫരിസേരും നിയമജ്ഞരുമായി വിമർശനമായിട്ട് രംഗത്തെത്തിയപ്പോൾ യേശു തൻ്റെ നയം വ്യക്തമാക്കി. നീതിമാന്മാരെ വിളിക്കാനല്ല, പാപികളെ പശ്ചാത്താപത്തിലേക്ക് വിളിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. മർക്കോസ് 2:17, ലൂക്ക 5:32. ഞാൻ നീതിമാന്മാരെ തേടിയല്ല, പാപികളെ വിളിക്കാനാണ് വന്നത്. പാപികളുടെ സ്നേഹിതനാണ് യേശു. പാപികളുടെ കൂടെയാണ് അന്നും ഇന്നും അവൻ ഭക്ഷണം കഴിക്കുന്നത്. അന്നും ഇന്നും നമ്മൾ ഈ കത്തോലിക്ക സഭയ്ക്കെതിരെയുള്ള ഏറ്റവും വലിയ ആരോപണം എന്താണ്? കത്തോലിക്ക സഭ മുഴുവൻ പാപികളാണ്. മെത്രാന്മാർ പാപികളാണ്, അച്ഛന്മാർ പാപികളാണ്, അൽമാർ പാപികളാണ്. ഈ പെന്തക്കോസ്തക്കാർ, ദൈവസഭക്കാർ അവർ മാത്രം വിശുദ്ധർ, യഹോവാസാക്ഷികൾ അവർ മാത്രം വിശുദ്ധർ, കത്തോലിക്കർ മുഴുവൻ പാപികൾ. ഇനി അങ്ങനെയാണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ അവരെ തേടിയല്ല കർത്താവ് വന്നത്, നമ്മെ തേടിയാണ്. കർത്താവ് പാപികളെ തേടിയാണല്ലോ വന്നത്, നമ്മെ തേടിയാണ് വന്നത്. അന്നവൻ പാപികളുടെ കൂടെയാണ് ഭക്ഷണത്തിനിരുന്നത്. ഇന്ന് പാപികൾക്കാണ് തന്നെ അവൻ ഭക്ഷണമായി നൽകുന്നത്. തീർച്ചയായിട്ടും നമ്മൾ മാരകപാപത്തിൽ അവനെ സ്വീകരിക്കാൻ പാടില്ല. എങ്കിലും നമ്മളെത്ര കുമ്പസാരിച്ചാലും നമ്മൾ അപ്പോഴും പാപികൾ തന്നെയല്ലേ? മാരകപാപം ഇല്ലെങ്കിലും നമ്മൾ പാപികൾ തന്നെയാണ്. കർത്താവിൻ്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ജീവിക്കാൻ എത്ര പേർക്ക് പറ്റും? എന്നിട്ടും അവൻ നമ്മുടെ സ്റ്റാൻഡേർഡിലേക്ക് ഇറങ്ങി വരികയാണ്. അവൻ്റെ സ്റ്റാൻഡേർഡിലേക്ക് നമുക്ക് ഉയരാൻ പറ്റില്ല, നമ്മുടെ സ്റ്റാൻഡിലേക്ക് അവൻ ഇറങ്ങാൻ പറ്റും. അങ്ങനെ അവൻ തറയാകാണ്, നമ്മൾ തറയിലേക്ക് വരികയാണ്. ആ മനുഷ്യാവതാരത്തിൻ്റെ ആ ദിശയുണ്ടല്ലോ, അത് തുടരുകയാണ്. മനുഷ്യാവതാരത്തിൻ്റെ ദിശ തുടരുകയാണ്. 3 വർഷം മത്തായി ശ്ലീഹ കർത്താവിൻ്റെ കൂടെ ജീവിച്ചു. യേശുവിൻ്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട സംഭവങ്ങൾക്കെല്ലാം സാക്ഷിയായിട്ടുണ്ട് മത്തായി. ചില ഇതിന് പത്രോസും യാക്കോബും യോഹന്നാനും മാത്രമേ ഉള്ളൂ. മറ്റെല്ലാ സംഭവങ്ങൾക്കും മത്തായി സാക്ഷിയാണ്. യേശുവിൻ്റെ മരണം, ഉത്ഥാനം, സ്വർഗാരോഹണം, പെന്തക്കോസ്ത എന്നിവയ്ക്ക് ശേഷം മത്തായി യഹൂദ സമുദായങ്ങളുടെ സുവിശേഷം പ്രസംഗിച്ചു. ഇരണവേസും അലക്സാണ്ട്രിയയിലെ ക്ലെമന്റും ഇത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. മത്തായിയുടെ ഏറ്റവും വലിയ സുവിശേഷ പ്രഘോഷണമാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിൻ്റെ സഭ രചിച്ച സുവിശേഷം. ഇപ്പോൾ നമ്മുടെ പുതിയ നിയമത്തിലുള്ള ആദ്യത്തെ ഗ്രന്ഥം. അതിനെ സഭയുടെ സുവിശേഷം എന്നാണ് വിളിക്കുന്നത്, ദ ഗോസ്പൽ ഓഫ് ദ ചർച്ച്. ഹിറാപ്പോലിസിലെ മെത്രാനായിരുന്ന പപ്പിയാസ് 100-140 കാലയളവിലാണ് ഇദ്ദേഹം മെത്രാനായിരുന്നത്. ഇത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്:
യേശുവിൻ്റെ ഭാഷണങ്ങൾ മത്തായി ഹെബ്രായി ശൈലിയിൽ വ്യാഖ്യാനിച്ചു. ഓരോരുത്തരും താങ്കൾക്ക് കഴിയുന്ന വിധത്തിൽ അത് ഭാഷപ്പെടുത്തി. മാത്യു കളക്ടഡ് ദ ലോഗിയ ഓഫ് ജീസസ് ഇൻ ഹീബ്രു ഡയലക്ട് ആൻഡ് ഈച്ച് വൺ ഇന്റർപ്രറ്റഡ് ദം ആസ് ബെസ്റ്റ് ആസ് ഹി കുഡ്. ഇത് രണ്ട് തരത്തിൽ മനസ്സിലാക്കാമെന്നാണ് വേദശാസ്ത്രികൾ പറയുന്നത്. ഒന്ന്, മത്തായി 2 സുവിശേഷങ്ങൾ രചിച്ചു. ഒന്ന് അരാമിയ ഭാഷയിലും ഹെബ്രായ ഭാഷാഭേദം, മറ്റൊന്ന് ഗ്രീക്കിലും. അരാമിയ ഭാഷയിലെ സുവിശേഷത്തെക്കുറിച്ചാണ് പപ്പിയാസ് ഇത് സൂചിപ്പിക്കുന്നത്. പക്ഷെ അതിൻ്റെ കോപ്പി നമുക്ക് ഇതുവരെ കണ്ടു കിട്ടിയിട്ടില്ല. ഇതാണ് ഒരു വ്യാഖ്യാനം. മറ്റൊരു വ്യാഖ്യാനം പറയുന്നത് ഹെബ്രായ ഭാഷാഭേദം എന്ന് മത്തായി ഉദ്ദേശിച്ചത് ഹെബ്രായ ഭാഷ ആയിരിക്കണമെന്നില്ല, യഹൂദ ശൈലിയിൽ എന്നായിരിക്കാം. അങ്ങനെയെങ്കിൽ ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന സുവിശേഷമായിരിക്കാം പപ്പിയാസ് എന്ന് പറഞ്ഞ മെത്രാൻ സാക്ഷ്യപ്പെടുത്തുന്നത്. ഓർക്കുക, ക്രിസ്തുവർഷം 100-140 കാലയളവ് ജീവിച്ചിരുന്ന ഹീറാപ്പോലിസിന്റെ മെത്രാനാണ് പപ്പിയാസ്. ഏതായാലും മത്തായിയും മത്തായിയുടെ സഭയും ചെയ്തത് നിത്യകാലത്തേക്കുള്ള സുവിശേഷ പ്രഘോഷണമാണ്. താൻ ആരുടെ കൂടെ ജീവിച്ചുവോ ആരുടെ കൂടെ നടന്നുവോ അവൻ്റെ രഹസ്യം നമുക്ക് പകർന്നു തന്നിരിക്കുകയാണ്. തീർന്നില്ല. ആ യേശു താൻ ആരുടെ കൂടെയാണ് ജീവിച്ചത്, ആ യേശു പത്രോസാകുന്ന പാറപ്പുറത്ത് സഭ സ്ഥാപിച്ചതും സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ പത്രോസിന് കൈമാറിയതൊക്കെ മത്തായി മാത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കാരണം അത്രയും അടുത്ത് ഈ ഉദ്യോഗസ്ഥനായിരുന്നല്ലോ, ഗവൺമെൻറ് സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നല്ലോ. അപ്പോൾ അതിനുള്ള വിദ്യാഭ്യാസം, അങ്ങനെ കാര്യങ്ങൾ ഗ്രഹിക്കുന്ന കപ്പാസിറ്റി ഒക്കെ ഉണ്ട്. അപ്പോൾ എന്താണ് അതിൻ്റെ ധ്വനി എന്നൊക്കെ ഒരു പക്ഷേ മറ്റ് പലരെക്കാളും സ്ലീഹന്മാരും മറ്റ് പലരെക്കാളും നന്നായിട്ട് ഗ്രഹിക്കാൻ മത്തായിക്ക് സാധിക്കുമായിരുന്നു. ഏതായാലും കർത്താവിൻ്റെ ചോയ്സ് തെറ്റിയില്ല. നമ്മുടെ ബൈബിളിലെ പുതിയ നിയമത്തിലെ ആദ്യത്തെ ഗ്രന്ഥം മത്തായി അറിയിച്ച സുവിശേഷമാണ്. മത്തായിയുടെ ഏറ്റവും വലിയ സുവിശേഷ പ്രഘോഷണമല്ലേ അത്? ഞാനിങ്ങളെ ഗ്രന്ഥങ്ങൾ രചിക്കുമ്പോൾ, എൻ്റേതായ തരത്തിൽ ഗ്രന്ഥങ്ങൾ രചിക്കുമ്പോൾ അപ്പോഴും എൻ്റെ മനസ്സിൽ സ്വപ്നം അല്ലെങ്കിൽ ഒരു മോഹം എന്ന് പറയുന്നത് ഈ മത്തായി, മർക്കോസ്, ലൂക്ക അവരൊക്കെ ഇല്ലേ നിത്യകാലത്തേക്ക് സുവിശേഷം പ്രഘോഷിച്ചതുപോലെ എൻ്റെ മരണശേഷവും സുവിശേഷം എൻ്റെ വാക്കുകളിലൂടെ ഇല്ലേ പുസ്തകങ്ങളിൽ പ്രഘോഷിക്കപ്പെടണം എന്നൊരു ആഗ്രഹമുണ്ട്. നമുക്ക് ജീവനുള്ള കാലത്തോളം നമുക്ക് വാഗൊണ്ട് സുവിശേഷം പ്രഘോഷിക്കാം. മരിച്ചു കഴിയുമ്പോഴും ഈ സുവിശേഷ പ്രഘോഷണം, എൻ്റെ സുവിശേഷ പ്രഘോഷണം തുടരണം എന്നൊരു മോഹം എന്നിൽ ജനിപ്പിച്ചത് ഈ മത്തായി, മാർക്കോസ് തുടങ്ങിയുള്ള സ്ലീഹന്മാരാണ്. ചുരുക്കത്തിൽ നിങ്ങൾക്കും അങ്ങനെ ഒരു മോഹം ഉണ്ടാകട്ടെ. നമ്മൾ ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചതിന് ശേഷവും സുവിശേഷം മറ്റുള്ളവർ പ്രഘോഷിക്കുക എന്ന ആ വലിയ സന്തോഷകരമായ ദൗത്യം ഏറ്റെടുക്കുക. നമ്മളെ കണ്ടുമുട്ടുന്ന മനുഷ്യരോടൊക്കെ സുവിശേഷത്തെക്കുറിച്ച് പറയുക, കർത്താവിൻ്റെ സുവിശേഷത്തെക്കുറിച്ച് പറയുക, സുവിശേഷം അറിയിക്കുക. അങ്ങനെ ലോകം മുഴുവൻ കർത്താവിൻ്റെ സുവിശേഷം കേൾക്കാനായിട്ട് ഇടയാകട്ടെ. ഈ മഹാജൂബിലി വർഷത്തിൽ നമ്മൾ ഒരുങ്ങുമ്പോൾ ഇത് ഒരു ത്വരിതഗതിയിൽ സുവിശേഷ പ്രഘോഷണം ഒരു ത്വരിതഗതിയിൽ ചെയ്യാനായിട്ട് മത്തായി ശ്ലീഹയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്കൊരു തീരുമാനമെടുക്കാനും അത് മത്തായി നമുക്ക് പ്രചോദനം നൽകാനും ഇടയാകട്ടെ. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ.